ഹേയ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയിട്ടുള്ള ബർത്ത്ഡേ വീഡിയോൻ്റെ ഷോർട്സും റീൽസൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എങ്ങനെ നമുക്ക് ഇതേപോലത്തെ നല്ല യുണീക്കായിട്ട് നല്ല സിമ്പിളായിട്ട് കാണാൻ തന്നെ ഒരു ലുക്കാണല്ലോ അല്ലെ, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് നമ്മളൊരു വീഡിയോ സെറ്റാക്കുമ്പോൾ അതെങ്ങനെ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കാണാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ പോകുന്ന മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യുക. അത് ഞാൻ നമ്മളെ എല്ലാവരുടെയും സ്വന്തം പിൻട്രസ്റ്റ് ആപ്പ് എന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. പിൻട്രസ്റ്റ് ആപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയുണ്ടാവില്ല അല്ലേ, അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിൻട്രസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാരെയുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് സെർച്ച് ഭാഗത്ത് പോയിട്ട് ഇപ്പോൾ ഞാനൊരു യൂണിക്കോൺ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ യൂണിക്കോൺ തീം ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വരും. അതേപോലെ ഇപ്പോൾ യൂണിക്കോൺ അല്ലെങ്കിൽ ബാർബി തീമാണ് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബാർബി തീം, അതല്ലെങ്കിൽ സ്പൈഡർമാൻ ആണെങ്കിൽ സ്പൈഡർമാൻ, അതായത് ഏത് തീമാണോ നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ തീം അടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിൻ്റെ മുകളിലുണ്ടാവും 3 ഡോട്ട്സ്, അതിലുണ്ട് ഡൗൺലോഡ് ഇമേജ് എന്ന്. അങ്ങനെ ഡൗൺലോഡ് ആക്കിയാൽ അത് നേരെ ഗാലറിയിലേക്ക് വരും. എന്നിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലേക്ക് അത് അയച്ചു കൊടുത്തിട്ട് ഒരു A3 ഷീറ്റ് പ്രിൻ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ഇതേപോലെ ആയിട്ട് കിട്ടും. ഞാൻ എടുക്കുന്ന പ്രിൻ്റ് ഷോപ്പിൽ ഇതേപോലെ പ്രിൻ്റ് എടുക്കാൻ 80 രൂപയാണ് വരുന്നത്. അതായത് ഒരു A3 ഷീറ്റ് ഫുള്ളായിട്ട് ആ ഒരു പാറ്റേൺ ചെയ്യാൻ 80 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ 2 പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് 2 വർക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ബാക്ക്ഗ്രൗണ്ട് കസ്റ്റമറോട് ചോദിച്ചിട്ട് ഓല് ഇഷ്ടത്തിനാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അങ്ങനെ 2 പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത് പ്രിൻ്റ് എടുത്തതിന് ശേഷം നമുക്ക് കാർഡ്സിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഓരോ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുള്ള കാർഡ്സ് ഉണ്ടല്ലോ, നമ്മളൊരു കാർഡ്സ് വെച്ചിട്ടല്ല ഇപ്പോൾ സേവ് ദ ഡേറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ ബർത്ത്ഡേ സേവ് ദ ഡേറ്റും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാർഡ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റിംഗ് ഒന്നും ഇപ്പോൾ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സേവ് ദ ഡേറ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ കാർഡ്സിൻ്റെ എഡിറ്റിങ്ങും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ. പിന്നെ ഇതേപോലത്തെ സ്റ്റിക്കറുകൾ, നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ പിൻട്രസ്റ്റ് പോയിട്ട് യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചാൽ ഇതേപോലത്തെ കുറേ സ്റ്റിക്കേഴ്സ് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫോട്ടോസും കാർഡ്സും പ്രിൻ്റ് എടുക്കണ കൂടെ തന്നെ പ്രിൻ്റ് എടുത്താണ് കേട്ടോ. ഇതൊക്കെ ഒരു സൈസ് ഞാൻ 8 സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്ററിലൊക്കെ പ്രിൻ്റ് എടുത്താണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്തിലും വിഡ്ത്തിലൊക്കെ ആയിട്ട് നല്ല ഇതിൽ കിട്ടും. അപ്പോൾ അത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഒരു A3 തന്നെ പ്രിൻ്റ് എടുത്തിട്ട് ഓരോന്നും കട്ട് ചെയ്തെടുത്താണ് സൈഡത്തെ. ഇനി ഞാൻ എങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നാമത് മഴ ആയതുകൊണ്ട് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കൽ ഒരിക്കലും നടക്കില്ലല്ലോ, പോസിബിളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റൂമിൽ നിന്ന് തന്നെ കേട്ടോ സെറ്റാക്കൽ. റൂമിൽ നിന്ന് സെറ്റാക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും. കാരണം നമുക്കിപ്പോൾ ഈ കസ്റ്റമർ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ചെയ്യണമല്ലോ, മഴ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിൻ്റെ മുകളിൽ ഒരു ചെയർ വെച്ചിട്ട് ഇതേപോലെ സെറ്റാക്കാണ് ചെയ്യാറ്. അപ്പോൾ ആദ്യം ഞാൻ താഴ്ഭാഗത്തായിട്ട് നമ്മളെ വാൾപേപ്പർ ഉണ്ടല്ലോ, ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും യൂസ് ചെയ്യുന്ന ഒരു വാൾപേപ്പറാണ്, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്ലഷ് ബോക്സ് എന്നാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, ആവശ്യമുള്ളവർ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. അത്ര റേറ്റ് കുറഞ്ഞതിലാണ് അവർ എല്ലാ സംഭവങ്ങളും സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താഴെ ഞാൻ അതേപോലെ ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ വാൾപേപ്പർ നമ്മളെ ചെയറിനോട് ചാരി വെച്ചിട്ടുണ്ട്. അത് അവിടുന്ന് പോരായിരിക്കാൻ വേണ്ടി അതിൻ്റെ ബാക്കിൽ ഞാൻ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ താഴത്ത് ഇതേപോലെ അതൊരു പേപ്പറാണ് എന്ന് കാണാൻ പാടില്ലല്ലോ വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു വൈറ്റ് ബേബി നെറ്റിൻ്റെ ക്ലോത്തും കൂടി ഇതേപോലെ ഒന്ന് വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡൊക്കെ എങ്ങനെ സെറ്റാക്കാൻ നോക്കാം. കാർഡ് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ സ്റ്റിക്കേഴ്സും വെച്ച് കൊടുക്കണം, നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ള. എന്നാലല്ല ആ ഒരു വീഡിയോ ഓരോ ആംഗിളിൽ വരുമ്പോൾ ആ സ്റ്റിക്കേഴ്സും കൂടെ ആ കാർഡിൻ്റെ കൂടെ കാണുമ്പോഴാണല്ലോ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു കാർഡായാലും സ്റ്റിക്കറാണെങ്കിലും ഒക്കെ അവിടുന്ന് എന്താ പറയുക സ്റ്റാൻഡായിട്ട് നിൽക്കണം, അവിടുന്ന് വീഴാത്ത രീതിയിൽ സ്റ്റാൻഡായിട്ട് നിൽക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു കാർഡ് അവിടെ നിൽക്കാൻ വേണ്ടി ഞാൻ ബാക്കിൽ ഒരു ക്യാനിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചെറിയ ഐറ്റംസ് ഒക്കെ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയൊരു കാറ്റടിച്ചാലൊക്കെ മതിയാവും. അതങ്ങനെ ഒന്ന് കൊഴിഞ്ഞാടിയാൽ ബാക്കി അതിൻ്റെ അതിൻ്റെ മുന്നിലുള്ള എല്ലാ സ്റ്റിക്കേഴ്സും കൊഴിഞ്ഞാടിപ്പോൾ. കാണുന്ന പോലെ ഒരിക്കലും സിമ്പിളല്ല ഈ ഒരു ബർത്ത്ഡേ സേവ് ദ ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ. കാരണം
ഒറ്റ ഒരു കാർഡിന് ഒരു ഇളക്കം സംഭവിച്ചാൽ മതി, ബാക്കി എല്ലാ കാർഡിനും ആ ഒരു ഇഷ്യൂ വന്നിട്ട് എല്ലാം പാറിപ്പോവുക എന്തെങ്കിലും വീയൊക്കെ വെച്ച് പിന്നെയും നമ്മൾ സെക്കൻഡ് ടൈം ഇതേപോലെ ഓരോന്ന് വെച്ച് ചെയ്യണം. ഒക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ കാണുമ്പോൾ ഇത് സിമ്പിളാണല്ലോ ഓരോന്ന് വെച്ചാൽ മതിയല്ലോ നോക്കും, പക്ഷേ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ എഫേർട്ട് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലായി, ഞാൻ വെച്ചതിന് 2-3 വട്ടം അതിൽ വെക്കുന്നുണ്ട്. കാരണം ഒന്ന് വെച്ച് ആ ഒരു ഇതിന് അതവിടെ നിൽക്കൂല, അവിടുന്ന് ഊരിച്ചാടും. അപ്പോൾ ഇതേപോലെ സ്റ്റിക്കർ വെക്കാൻ നിങ്ങൾ കണ്ടല്ലോ, എന്തെങ്കിലും ഒരു സപ്പോർട്ട് ബാക്കിൽ കൊടുക്കുക, ചെറിയ ഐറ്റംസ്. എന്നിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് സൈഡിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് വെച്ചെടുക്കുക. സൈഡിലൊക്കെ കുറച്ച് വലുതും ഫ്രണ്ടിക്ക് കുറച്ച് ചെറുതൊക്കെ വെച്ചെടുക്കുക. കാരണം നമ്മൾ ആ കാർഡിലുള്ള എഴുത്ത് നമുക്ക് കാണണമല്ലോ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ ഇതേപോലെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ സെറ്റാക്കിയിട്ട് ഈ ഒരു കാർഡ് വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് കാർഡ് മാറ്റി കൊടുക്കുക. ഇതേപോലെ ഒന്നെടുക്കുക, അടുത്തത് വെച്ചെടുക്കുക. കാരണം പിന്നെയും സെക്കൻഡ് ടൈം വെക്കുക പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക എഫേർട്ടുള്ള കാര്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. പക്ഷെ എല്ലാ കാർഡിനും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ചില കാർഡിനൊക്കെ ചെയ്യില്ല. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നമുക്ക് ഫോണിൽ കാണാൻ പാടുള്ളൂ, നമ്മളെ ഫോൺ സ്ക്രീനിൽ. കാരണം ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സൈഡൊക്കെ നമുക്ക് കാണുന്നുണ്ടല്ലോ, പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അതിൻ്റെ സൈഡൊന്നും ഇല്ലാതെ ഫ്രണ്ട് ഭാഗം മാത്രം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ഇതിപ്പോൾ സൈഡിലുള്ള ഇതൊന്നും കാണുന്നില്ലല്ലോ, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റാക്കിയതൊന്നും കാണില്ലല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു യൂണിക്കോൺ തീം ആ ഒരു ഇത് മാത്രമല്ലേ കാണുള്ളൂ. ഇത് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്ന അടിയിൽ പാറിയതാണ്, കാറ്റടിച്ചാണ്. അപ്പോൾ ഒന്ന് വീഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം വീണുപോയി. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് വീണ്ടും സെക്കൻഡ് ടൈം നമ്മൾ ഇതേപോലെ ഓരോന്ന് എടുത്ത് സെറ്റാക്കിയൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായോ? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അറിയാത്തവരാരെയുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് ബർത്ത്ഡേ വീഡിയോ ആണെങ്കിലും ആനിവേഴ്സറി ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇതേപോലെ വാൾപേപ്പറൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഭയങ്കര കാണാൻ തന്നെ ഒരു ലുക്കാവും, ഒരു അട്രാക്ഷൻ തോന്നും ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.